ഏതായാലും രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായതോടുകൂടി നമ്മുടെ കേരള പോലീസിന് ഇപ്പോൾ ഒരു പുതിയൊരു ഉണർവ് കൈവന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എത്ര വിജയകരമായി അദ്ദേഹം നടത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഈ മയക്കുമരുന്ന് ബിസിനസ്സിൻ്റെ ആ കച്ചവടത്തിൻ്റെ ആ ദുഷ്ടശക്തികളെ എല്ലാവരെയും ഓടിച്ചിട്ട് പിടികൂടി ഇപ്പോൾ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് ക്രമസമാധാന വിഷയങ്ങളിൽ തന്നെ പോലീസിൻ്റെ ഇടപെടൽ സത്യം പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നുന്നു ഓരോ മലയാളിക്കും നമ്മുടെ കേരള പോലീസ് എത്ര കാര്യക്ഷമമാണെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒഡീഷയിലെത്തി ഇവിടെ നിന്ന് കാണാതെ പോയ ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയെ കേരളത്തിൽ നിന്ന് 4000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അവിടെ ചെന്ന് അവിടുത്തെ ഒരു വലിയ അപകടം പിടിച്ചൊരു മേഖലയിൽ ചെന്ന് അവർ ആ കുട്ടിയെ തിരികെ നാട്ടിലെത്തിച്ചൊരു സംഭവം. കുറുപ്പമ്പടി പോലീസാണ്, പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ പോലീസ്. അതായത് മേതല അങ്ങനെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ കുട്ടിയെ കാണാതായത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഇതുപോലെ ആലുവായിൽ ഒരു 12 വയസ്സുകാരി ഇതുപോലൊരു ഇത് വിൽക്കുന്ന കപ്പലണ്ടി വിൽക്കുന്ന ഒരു കടപ്പുറത്ത് മിഠായി കപ്പലണ്ടിയൊക്കെ വിൽക്കുന്ന ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ഒരു പയ്യനൊപ്പം ഓടിച്ചോടിപ്പോയി. അത് പോലീസ് എന്തുമാത്രം ദൂരം ഇതുപോലെയാണ് അത് ഇവർ ഇവിടുന്ന് അവർ വണ്ടി വിട്ട് പോകുമായിരുന്നു. വണ്ടി വിട്ട് ഇവർ പുറകെ പോകുമായിരുന്നു. ഇവിടുന്ന് തന്നെ വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നക്സൽ മേഖലയിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ അത് വലിയ റിസ്ക്കാണ്. അത് പോയത് ഒരു SIയും വനിതയടക്കം 3 CPOമാരും കൂടാണ് പോയത്. അപ്പോൾ ഇവരിവിടുന്ന് യാതൊരു സൂചനയും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ കുട്ടിയുടെ കുടുംബം ഒഡീഷക്കാരാണെന്നാണ് ആ കുട്ടി. അതെ, അവർ കേരളത്തിൽ ഈ സ്ഥലത്ത് വന്ന് താമസിക്കുന്നവരാണ്. അതായത് കുറുപ്പമ്പടി പോലീസിൻ്റെ 4000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. മേതല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ നിന്നാണ് പോയത്. ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിലെ നബാഗൊച്ച ഗ്രാമത്തിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അതായത് കഴിഞ്ഞ 13-ാം തീയതി വൈകിട്ടാണ് കുട്ടിയെ കാണാനില്ലെന്നുള്ള വിവരം ഇവർ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒഡീഷ സ്വദേശിക്കൊപ്പം തന്നെയാണ് ഈ കുട്ടി പോയത്. കുറുപ്പമ്പടിയിൽ പരാതി കൊടുത്തു. അപ്പോൾ സേലത്ത് ജോലി ചെയ്യുന്ന കേശവ് എന്ന് പറയുന്ന ആളുമായിട്ട് ഈ കുട്ടിക്ക് സൗഹൃദമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. അങ്ങനെ ഈ കേശവിനൊപ്പമാണ് ഈ കുട്ടി പോയത്. എന്നിട്ട് പോലീസ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർ അവിടുന്ന് വിട്ടുപോയി. പിന്നെന്താ ചെയ്യാനാ, പിന്നെ ഇവർ പുറകെ സഞ്ചരിച്ച് ഈ ഒഡീഷയിൽ പോകുന്നു. അലോക് എന്ന യുവാവിനൊപ്പമാണ് കുട്ടി ഉള്ളത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അപ്പോൾ കേശവിൻ്റെ സുഹൃത്താണ് അലോക്. ഈ കേശവുമായിട്ടായിരുന്നില്ല അടുപ്പം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അലോക്കുമായിട്ടായിരുന്നു അടുപ്പം. കേശവിനെയാണ് ആദ്യം പോലീസ് സംശയിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കേശവല്ല അലോകാണ് എന്നുള്ളത്. ഈ അലോക് എന്ന് പറയുന്ന യുവാവിനെ തിരക്കി പോലീസ് പോയിട്ട് 18-ാം തീയതി, അതായത് 2 ദിവസം മുമ്പാണ് അവിടെ ചെന്നപ്പോഴാണ് ഈ കൊച്ചുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നക്സൽ ബാധിത മേഖലയാണ്. അതെ, വനമേഖലയാണ് അത്. അവിടുത്തെ പോലീസ് പറഞ്ഞു പകൽ സമയത്ത് വാഹനങ്ങൾ പ്രവേശിച്ചാൽ പണിയാണ്, നമുക്ക് രാത്രി പോവാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പോലീസിന്റെ സഹായത്തോടു കൂടി നോക്കാം. അർദ്ധരാത്രി കണ്ടാണ് ആയുധധാരികളായ 8 പോലീസ് ഉദ്യോഗസ്ഥരോടും വനമേഖലയിലൂടെ 40 കിലോമീറ്റർ സഞ്ചരിച്ച് അർദ്ധരാത്രി ലക്ഷ്യസ്ഥാനത്തിന് 1 കിലോമീറ്റർ അകലെ വാഹനം നിർത്തിയിട്ടു. കാട്ടിലൂടെ ലൈനായിട്ട് നടന്ന് ഈ വീട് വളഞ്ഞു. ഈ വീടെല്ലാവരും അതിന് മുമ്പ് സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. വളഞ്ഞപ്പോഴത്തേക്കും ഗ്രാമീണർ ഉണർന്നു. വനമേഖലയല്ലേ, അവിടുത്തെ നക്സൽ ബാധിത മേഖല കൂടിയാണ്. നക്സലൈറ്റുകൾ ധാരാളമുള്ള സ്ഥലമാണ്. അത് മൊത്തം കയറി വളഞ്ഞ് ഇവർ ആയുധധാരികളായിട്ട് നിൽക്കുന്നു. നാട്ടുകാരെല്ലാം കൂടെ വന്ന് വളയുന്നു. അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ 2 പേരെയും ഇവർ കസ്റ്റഡിയിലെടുക്കും. എന്നിട്ട് ഈ ബെഞ്ചാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഈ കുട്ടിയെ മാത്രം ഇവർ കൊണ്ടുപോരുകയാണ്. ബാക്കി ഇയാളെ വിട്ടു എന്നാണ് തോന്നുന്നത്. ഇയാളെ വിട്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതെ, ബെഞ്ചാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തി. അപ്പോൾ പെൺകുട്ടിയുമായി സംഘം കേരളത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് സത്യത്തിൽ പോക്സോ കേസല്ലേ? ആണ്, പോക്സോ ആണ്. സബ് ഇൻസ്പെക്ടർ അബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അപ്പോൾ റൂറൽ SPയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചു സുദർശൻ. അപ്പോൾ ഇത് പോക്സോ കേസാണെങ്കിൽ പ്രതി അല്ലേ മറ്റേ പുള്ളി?
അതെ, എന്താണ് എന്തുകൊണ്ടാണ് അത് വിട്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പെൺകുട്ടിയുമായിട്ട് ഇവർ പോകുന്നു എന്നാണ് വാർത്തകളിലൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഒരു അയാളെ കൊണ്ടുവന്ന് കാണുമായിരിക്കും അല്ലേ, ഒരു പക്ഷേ ഉണ്ടാവണമായിരിക്കാം. ഉണ്ടാവണമായിരിക്കും. എന്താണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് കഴിഞ്ഞ തവണ പോയതും ഇതുപോലെ മലയാളി പെങ്കൊച്ചായിരുന്നു. കഴിഞ്ഞ തവണ പോയത് മലയാളി പെൺകുട്ടിയാണോ? മലയാളി പെൺകുട്ടിയാണ്. അത് ആലുവ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് അല്ലേ? ആലുവയിലാണ് പോയത്. കടപ്പുറത്ത് കപ്പലണ്ടിയും മുട്ടായിയും ഐസ്ക്രീം ഐസ്ക്രീമും ഒക്കെ വിൽക്കുന്ന ഒരു പയ്യനൊപ്പം പോകുന്നു. അത് വളരെ ബുദ്ധിപരമായിട്ടാണ് അവൻ നീങ്ങിയത്. അവനെ എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനാണ് ഇവൻ പറഞ്ഞു കൊടുത്തത് അല്ലേ? അതെ, കന്യാകുമാരിക്ക് പോകാന്ന് പറഞ്ഞിട്ട് നേരെ പോയത് അങ്ങോട്ടാണ്. അവൻ നേരെ പോയത് ഗോവയ്ക്കാണ്. ഗോവയിൽ നിന്ന് പൂനെക്ക് പോയി. പൂനെയിൽ നിന്ന് പൂനെയിൽ നിന്ന് ഇവൻ ഡൽഹിക്ക് കിടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ട്രെയിനിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ട്രെയിൻ പകുതി വഴിക്കുള്ള ഒരു സ്റ്റേഷനിൽ ചെന്ന് വെച്ച് ഈ ട്രെയിൻ ഇവർ പിടിക്കുകയാണ്. മൊത്തം കാറയിലായിരുന്നു പോയത്. കാറയിൽ പോയിട്ട് അതും ഈ പറഞ്ഞ പോലെ 4000 കിലോമീറ്റർ പോയി. ഓരോ സ്ഥലത്തിലും ട്രെയിൻ വിട്ട് വേറെ വഴി. നമ്മൾ സിനിമ കാണും പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ അതിന് ചേസ് ചെയ്യുന്നു. നമ്മൾ പഴയ നമ്പർ 20 മദ്രാസ് മെയിൽ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഈ പല സ്ഥലത്തൂടെയും കവർ ചെയ്ത് ഇവർ ചെല്ലുമ്പോഴത്തേക്ക് ഇവരെ വിട്ട് ട്രെയിൻ പോകും. ഈ ട്രെയിൻ എല്ലായിടത്തും സ്റ്റോപ്പും കാണൂല. ഇല്ല, ഇവര് പിന്നെ അടുത്തടുത്ത സ്ഥലങ്ങളെല്ലാം പിടിച്ച് എന്തായാലും അവർ അന്ന് അവിടെ പകുതി വഴിക്കിട്ട് ഈ ട്രെയിൻ വന്ന സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരിക്കുമല്ലോ കയറുന്നത്. അവർ കുറച്ച് പേര് ബാക്കിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, കുറച്ച് പേര് ഫ്രണ്ടിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നു. അങ്ങനെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ കുട്ടിയെ ഇവനെയും കൂടെ പിടിക്കുന്നു. പിന്നെ അവനെ പിടിച്ചോണ്ട് വന്നു. അവൻ പിന്നെ സ്ഥിരം പരിപാടിയായി, ഇതിൻ്റെ ആളായിരുന്നു. അതെ, അവൻ ഇത്തരത്തിൽ കുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരാളാണ് അവൻ. അതെ, അങ്ങനെ അവനെ കൊണ്ടുവന്ന് പോലീസ് കസ്റ്റഡി എടുത്ത് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം 13 സ്വന്തം അടുത്ത ബന്ധുവിനെ പിന്നെ കൊട്ടേഷൻ കൊടുത്ത് കൊന്ന കഥ നമ്മൾ കണ്ടതാണ്. ഇത് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ കൗമാര പ്രായത്തിലുള്ളവർക്കെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ മൊബൈൽ ഫോൺ തന്നെ ആയിരിക്കും അതിലൊക്കെ തന്നെ പ്രധാന വില്ലനായി വരുന്നത്. ഈ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകാരന്മാർ, ഈ വൃത്തികെട്ടവന്മാർ ഇത്തരം കുട്ടികളെ വളരെ തന്ത്രപൂർവ്വം സമീപിച്ച് അവർ സ്നേഹമൊക്കെ നടിച്ചടുത്ത് കൂടി അവരെ നമ്പർ കൈക്കലാക്കുന്നു, പിന്നീട് അവരെ വിളിക്കുന്നു, അവർക്ക് മെസ്സേജ് അയക്കുന്നു. ഇതെല്ലാത്തിനും കാണുന്ന അതാണ്. ഇവർ അപരിതരാണ് ശരിക്കും പറഞ്ഞത്. ഈ പെൺകുട്ടിയൊക്കെ പോലും ഇവന്മാർ ആരാണെന്ന് ഇവരെ പൂർവ്വ ആർക്കും അറിയില്ല. അതാണ്. പക്ഷേ ഇവർ ഉടനെ തന്നെ പരിചയപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ സ്മാർട്ട് ഫോണുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വന്നിരിക്കുന്നത്. വീട്ടുകാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇവർ സ്മാർട്ട് ഫോണുകൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നു. അവർ ശ്രദ്ധിക്കുന്നില്ല, വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നില്ല. ഇവർ പോകുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം, ഇങ്ങനെ പോകുന്ന കുട്ടികളെ എല്ലാം കിട്ടുന്നതും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കൊണ്ടാണ്. ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണെങ്കിൽ കിട്ടാൻ പാടുപെടും. ഇതിനെക്കുറിച്ച് ശരിക്കും ആധികാരികമായി അറിയാവുന്നവരാണെങ്കിൽ അവനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. ഇത് പലരും അത്ര വലിയ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലാത്ത കക്ഷികളായിരിക്കും. ഇത് കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാത്തവരായിരിക്കും അവർ, അല്ലെങ്കിൽ അറിവുള്ള ഇല്ലാത്തവരായിരിക്കും. അതാണ് എൻ്റെ കാര്യം. എന്തായാലും ഈ കേരള പോലീസിന് പിടിപ്പത് പണിയാണ് ഇങ്ങനെയൊക്കെ വരുമ്പം. ഇതിൻ്റെ എല്ലാം ചിലവ് ആര് വഹിക്കും? സർക്കാർ വഹിക്കണം. ഇങ്ങനെ അടിച്ചു വിട്ടു പോകുന്നത് 40,000 കിലോമീറ്റർ ഒക്കെ വണ്ടിയിലാണ് പോയത്. ഇവർ സ്വന്തം വാഹനത്തിലായിരുന്നു പോയി. ഇവർക്കുള്ള അലവൻസ്, ഇവരുടെ ചെലവ്, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ തന്നെ സർക്കാരിലെ വഹിക്കേണ്ടത്. അതെ. ഏതായാലും നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കുക. ഈ സ്മാർട്ട് ഫോണൊക്കെ മക്കൾക്ക് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ അവർ ആരെയാണ് വിളിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു നിരീക്ഷണം എപ്പോഴും ഏർപ്പെടുന്നത് നല്ലതാണ്. പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് അവർ തിരിച്ചങ്ങ് വാങ്ങിച്ച് വയ്ക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഈ 12 വയസ്സുകാരി 13 വയസ്സുകാരിയൊക്കെ സംഭവിച്ച ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ അയ്യോ ദൈവമേ എന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യം